ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2025-26 മാത്സിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ ഇതിനു മുമ്പേ ഉള്ള എല്ലാ ഓണം എക്സാം ആൻസർ കീയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇതിൽ 3ഉം 4ഉം 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി. 6 ക്വസ്റ്റ്യൻസാണ് മൊത്തം ഉള്ളത്. അത് മൊത്തം അറ്റൻഡ് ചെയ്യണം. ഓക്കെ. എ ബിഗ് ബക്കറ്റ് കണ്ടെയ്ൻസ് 45 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആൻഡ് എ സ്മോൾ ബക്കറ്റ് കണ്ടെയ്ൻസ് 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഒരു വലിയ ബക്കറ്റിൽ 45 ലിറ്റർ വെള്ളമുണ്ട്. അതേപോലെ തന്നെ സ്മോൾ ബക്കറ്റിൽ 15 ലിറ്റർ വെള്ളമുണ്ട്. കണ്ടല്ലോ, 45 ലിറ്ററും 15 ലിറ്ററും. ദ കപ്പാസിറ്റി ഓഫ് എ ബിഗ് ബക്കറ്റ് ഈസ് 50 ലിറ്റേഴ്സ് ആൻഡ് ദ കപ്പാസിറ്റി ഓഫ് സ്മോൾ ബക്കറ്റ് ഈസ് 20 ലിറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ 50 ലിറ്റർ വെള്ളം കൊള്ളും. പക്ഷേ ഇപ്പം 45 ലിറ്ററേ ഉള്ളൂ. ഇതിനും 20 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ 15 ലിറ്റേഴ്സേ വെള്ളമുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പാർട്ട് ഓഫ് ദ ബിഗ് ബക്കറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ സ്മോൾ ബക്കറ്റ്? അപ്പോൾ എത്ര പാർട്ടാണ് ബിഗ് ബക്കറ്റിൻ്റെ എത്ര പാർട്ടാണ് കാണേണ്ടത് ആണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് കപ്പാസിറ്റി ഓഫ് ബിഗ് ബക്കറ്റ് സ്മോൾ ബക്കറ്റിൻ്റെ എത്ര കപ്പാസിറ്റി, അപ്പോൾ എത്രയാണ് സ്മോൾ ബക്കറ്റ് കപ്പാസിറ്റി ഓഫ് സ്മോൾ ബക്കറ്റ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റി ഓഫ് ബിഗ് ബക്കറ്റ്. അപ്പോൾ റേഷ്യോ വരെ എങ്ങനെയാണ്? 20/50 അല്ലേ? 20/50 ആണ്. അപ്പോൾ നമ്മൾ 0 രണ്ടും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ ആൻസർ? 2/5 ആണ്. അപ്പം ദ കപ്പാസിറ്റി ഓഫ് സ്മോൾ ബക്കറ്റ് ഈസ് 2/5 ഓഫ് ദ കപ്പാസിറ്റി ഓഫ് ബിഗ് ബക്കറ്റ്. അപ്പോൾ ആദ്യത്തെ ആൻസർ 2/5 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ടൈംസ് ദ വോളിയൂം ഓഫ് വാട്ടർ ഇൻ സ്മോൾ ബക്കറ്റ് ഈസ് ദ വോളിയൂം ഓഫ് വാട്ടർ ഇൻ ലാർജ് ബക്കറ്റ്. ഇനി നമുക്കറിയാം ലാർജ് ബക്കറ്റിൽ എത്ര ഉണ്ട്? 45 ലിറ്റേഴ്സ് ഓഫ് വെള്ളമുണ്ട് അല്ലേ? വാട്ടർ. സ്മോൾ ബക്കറ്റിൽ 15 ലിറ്റേഴ്സ് ഓഫ് വെള്ളമാണ് ഉള്ളത്. ഇനി നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? വോളിയൂം ഓഫ് വാട്ടർ ഇൻ ലാർജ് ബക്കറ്റ് ഡിവൈഡഡ് ബൈ വോളിയൂം ഓഫ് വാട്ടർ ഇൻ സ്മോൾ ബക്കറ്റ്. അപ്പോൾ നമുക്ക് 45 ഡിവൈഡഡ് ബൈ 15 വരും. ഓക്കെ. അപ്പോൾ നമുക്ക് 45ലും 15ലും പൊതുവായിട്ട് പോകുന്നത് ഏതാണ്? 15 പോവും. 45 ഡിവൈഡഡ് 15, 15 ഡിവൈഡഡ് 15. 45 15 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. 15 15 ഒരു പ്രാവശ്യം പോവും. 3/1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ എന്താണ്? ദ വോളിയൂം ഓഫ് വാട്ടർ ഇൻ ലാർജ് ബക്കറ്റ് ഈസ് 3 ടൈംസ് ദ വോളിയൂം ഓഫ് വാട്ടർ ഇൻ ദ സ്മോൾ ബക്കറ്റ്. ഓക്കെ. ഇനി 45നെ നമുക്ക് നേരിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെയും പോവും. ആൻസർ 3 ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് പാർട്ട് ഓഫ് വാട്ടർ ഇൻ സ്മോൾ ബക്കറ്റ് ഈസ് നീഡഡ് ടു ഫിൽ ലാർജ് ബക്കറ്റ്? എത്ര വെള്ളം വേണം? ഹൗ മച്ച് പാർട്ട് ഓഫ് വാട്ടർ ഇൻ സ്മോൾ ബക്കറ്റ് ഈസ് നീഡഡ് ടു ഫിൽ ലാർജ് ബക്കറ്റ്. ലാർജ് ബക്കറ്റ് ഫില്ല് ചെയ്യാൻ എത്ര വെള്ളം വേണമെന്നാണ്. ഓക്കെ. സ്മോൾ ബക്കറ്റിൽ എത്ര വെള്ളം വേണമെന്നാണ്. അപ്പോൾ ലാർജ് ബക്കറ്റ് കണ്ടെയ്ൻസ് എത്രയാണ്? 45 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. സ്മോൾ ബക്കറ്റ് 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടറാണ്. അപ്പം നമുക്ക് എത്ര ബക്കറ്റ് ഇനി ഫില്ല് ചെയ്യണമെന്ന് നമ്മളെങ്ങനെ അറിയാം? അപ്പോൾ ലാർജ് ബക്കറ്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 ആണ്. ലാർജ് ബക്കറ്റിന് ഇപ്പോൾ എത്ര ഉണ്ട് വെള്ളം? 45 ലിറ്ററാണ്. അപ്പം വോളിയൂം ഓഫ് വാട്ടർ അപ്പോൾ എത്ര? നമുക്ക് ഇനി 5 ലിറ്ററാണ് ഇനി ഇതിലേക്ക് നിറയ്ക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ വോളിയൂം ഓഫ് വാട്ടർ ഇൻ സ്മോൾ ബക്കറ്റ് എന്ന് പറയുന്നത് 15 ലിറ്റേഴ്സാണ്. പക്ഷേ എത്ര കപ്പാസിറ്റി ഉണ്ട്? 20 ആണ്. 20 കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ 15 ലിറ്റേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. വോളിയൂം ഓഫ് വാട്ടർ ഇൻ സ്മോൾ ബക്കറ്റ് 15 ലിറ്റേഴ്സാണ് ഉള്ളത് അല്ലേ? 15 ലിറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ പാർട്ട് ഓഫ് സ്മോൾ ബക്കറ്റ് വാട്ടർ നീട്ടിട്ട് നമ്മൾ എന്താണ്? നമുക്കിവിടെ 5 ആണ് ഇനി നിറയേണ്ടത്. 5 ലിറ്ററാണ് ഇനി വലിയ ബക്കറ്റിൽ നിറയേണ്ടത്. ഇത് 15 ലിറ്ററാണ്. ഇതിൻ്റെ എത്ര പാർട്ടാണെന്ന ചോദ്യം. പാർട്ട് ഓഫ് സ്മോൾ ബക്കറ്റ് വാട്ടർ നീട്ടഡ് എന്നാണ് നമ്മുടെ ആൻസർ. അപ്പോൾ 5/15 നമ്മൾ ചെറുതാക്കിയാൽ നമുക്ക് 1/3 കിട്ടും. ഓക്കെ. 1/3 അതായത് 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. അപ്പോൾ 1/3 ആണ് നമ്മുടെ ആൻസർ. ലാസ്റ്റ് ഇതിലെ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് 1/3? അപ്പോൾ നമ്മൾ നേരത്തെ ഇന്നലെ ചെയ്തതിൻ്റെ വേറൊരു മോഡലാണ്. അപ്പോൾ 3 ടൈംസ്
1/3 എന്ന് പറയുമ്പം നമ്മൾ 3 × 1/3 ആണ്. ഓക്കെ, 3 × 1/3 ആണ്. അപ്പം 3 × 1/3 എന്ന് പറയുമ്പം അത് ദാറ്റ് ഈസ് 3/3. ഓക്കെ, 3/3. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3/3. 3 × 1/3 എന്ന് പറയുമ്പം 3/3. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എത്രയാണ്? 3/3. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? ഡ്രോ എ ട്രയാങ്കിൾ of two sides of a length 4 cm and 3 cm and the angle between them is a right angle. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിട്ടാണ്, അതായത് 2 സൈഡ്സ് 4 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ 3 സെൻറ്റിമീറ്ററും ആണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ആംഗിൾ ആണ് ഒന്നുള്ളത്. അപ്പോൾ നമ്മൾ റൈറ്റ് ആംഗിൾ വെച്ചിട്ട് അത് നമ്മൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി അടുത്തത് എന്താണ്? റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രത്യേകം, അല്ലേ? അപ്പോൾ മെഷർ ആൻഡ് റൈറ്റ് ദ ലെങ്ത് ഓഫ് തേർഡ് സൈഡ് റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് A = 3 സെൻറ്റിമീറ്റർ ആണ്, B = 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം പൈതഗോറൻ സിദ്ധാന്ത പ്രകാരം, തിയറി പ്രകാരം A² + B² = C² ആണ്. അപ്പോൾ നമ്മൾ 3² + 4² = C². 3² എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 9, 4² എന്ന് പറയുമ്പോൾ 16. 9ഉം 16ഉം 25 എന്തിൻ്റെ സ്ക്വയറാണ്? 5ൻ്റെ സ്ക്വയറാണ്. അപ്പം മറ്റേ സൈഡ് എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അല്ലാത്തത് എഴുതാനാണ്. ഇനി ട്രയാങ്കിൾ ദ ആംഗിൾസ് ആൻഡ് ദെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഹാവ് സൈസസ് ഇൻ ദ സെയിം ഓർഡർ. അത് ശരിയാണ്. നെക്സ്റ്റ് B, in a triangle the length of the longest side is greater than the sum of length of other two sides. അത് തെറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് the sum of the measures of the three angles of a triangle is 180. അത് ശരിയാണ്. ഇനി triangle the length of the longest side is less than the sum of the length of other two sides. അതും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയായ ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റെക്റ്റാങ്കുലർ ഗാർഡൻ്റെ ആണ്. എ റെക്റ്റാങ്കുലർ ഗാർഡൻ ഹാസ് ആൻ ഏരിയ 6 3/4. ഏരിയ എത്രയാണ്? 6 3/4 ആണ്. ഓക്കെ, ആൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട് 1/2 മീറ്റർ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഗാർഡൻ്റെ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയ കാണാനുള്ള ഫോർമുല L × B ആണ്. ഇവിടെ നമുക്ക് ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പോൾ ലെങ്ത് ഇവിടെ തന്നത് 6 3/4 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മിക്സഡ് ഫ്രാക്ഷൻ മാറ്റിയിട്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അപ്പം 6 × 4 + 3 /4. 6 × 4 എന്ന് പറയുമ്പോൾ 24 + 3/4, അതായത് 27/4. ഓക്കെ, അപ്പോൾ നമുക്ക് 27/4 ഇവിടെ കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്താണ്? അതേപോലെ തന്നെ 1/2നെ നമുക്ക് മാറ്റണം. അപ്പോൾ 1 × 2 + 1/3. 1 × 2 2 + 1/3. അപ്പോൾ 3/3. ഓക്കെ, സോറി 3/2. അപ്പോൾ 3/2 മീറ്റേഴ്സ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് എത്രയാണ്? 27/4. അതാണ് ഏരിയ. പിന്നെ നമുക്ക് വിഡ്ത്ത് കിട്ടിയത് 3/2 ആണ്. ഇനി നമുക്ക് ലെങ്ത്ത് കാണാൻ എന്താണ്? ഏരിയ ബൈ വിഡ്ത്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 27/4 ÷ 3/2. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസിപ്രോക്കലാണ് കാണേണ്ടത്. 27/4 × 2/3. ഓക്കെ, ഇനി ഇവിടെ 4ഉം 2ഉം നമുക്ക് കട്ട് ചെയ്യാം. 4ഉം 2ഉം കണ്ട് ഇവിടെ 2 കിട്ടി. ഇനി 27ഉം 3ഉം നമുക്ക് കട്ട് ചെയ്യാം. 27ൽ 3 എത്ര ടൈംസ് പോകും? 9 ടൈംസിലാണ്. അപ്പോൾ ഇവിടെ ആകെ ഉള്ളത് ഇപ്പോൾ എത്രയാണ്? 9/2 ആണ്. അപ്പോൾ നമുക്ക് 9/2 ഇങ്ങനെ എഴുതിയാൽ പോരാ. ഇനി നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 9നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9ൽ 2 4 ടൈംസ് ആണ്. അപ്പോൾ 8 1. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ 4 നമ്മുടെ ആൻസറാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെയുള്ള ബാലൻസ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. പിന്നെ ഇതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 4/2 മീറ്റേഴ്സ്. അതിൻ്റെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, മീറ്റേഴ്സ് എന്ന് എഴുതണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്?
റൈറ്റ് ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ഗാർഡൻ ഇൻ ഇറ്റ്സ് ടൈംസ് ആൻഡ് പാർട്ട്. ഇനി ലെങ്ത്തും വിഡ്ത്തും എന്താണ് ഇൻ ഇറ്റ്സ് ടൈംസും പാർട്ടിലും എഴുതാനാണ്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 4 കിട്ടി. വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് 1 മീറ്റേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് 4 പിന്നെ ഇങ്ങനെയാണ് നമ്മൾ പാർട്ടായിട്ട് എഴുതേണ്ടതല്ലേ. 4 1/2 അത് നമ്മൾ റേഷ്യോയിൽ എങ്ങനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ 9/2 3/2 എന്ന് നമ്മൾ എഴുതാം. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 9/2 ഇൻറ്റു 2/3 റെസിപ്രോക്കൽ കണ്ട് 2ഉം 2ഉം കിട്ടി. അപ്പോൾ നമുക്ക് 9/3 ആണുള്ളത്. അപ്പോൾ എത്ര എഴുതാം 3 ടൈംസ് എന്ന് നമുക്ക് എഴുതാം. എത്ര 9/3നെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് 3 കിട്ടി. 3 ടൈംസ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ 3 ടൈംസ് ആണ് വിഡ്ത്തിൻ്റെ 3 ടൈംസ് ആണ് ലെങ്ത്ത് എന്ന് നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് എന്താണ് എത്ര പാർട്ടാണെന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ പാർട്ട് എത്ര ആയിരിക്കും. അപ്പോൾ ടൈംസ് 3 ടൈംസ് ആയിട്ടുണ്ടെങ്കിൽ പാർട്ട് എത്ര ആയിരിക്കും. പാർട്ട് 1/3 ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് 1 2/3 അല്ലേ. 1 2/3ൻ്റെ നമ്മൾ കൺവേർട്ട് ചെയ്യാം. 1 × 3 3 3 + 2 5. അപ്പോൾ 1 2/3. അപ്പോൾ നമുക്ക് അതിനെ ഇംപ്രോപ്പർ ആക്കാം. 1 × 3 + 2. ഓക്കെ. 1 × 3 എന്ന് പറയുന്നത് 3 3 + 2/3 അല്ലേ. 5/3. 5/3 ആണ് ഇത്. ഇതിൻ്റെ റെസിപ്രോക്കലാണ് കാണേണ്ടത്. 5/3 ആണ് ഈ ഒരു ഫോം. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 3/5 നേരെ തലതിരിച്ചിടുക. അപ്പോൾ 3/5 ആകുമ്പം ഓപ്ഷൻ എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. 3/5 ഏതാണ് ഓപ്ഷൻ സി ആണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് 12 റോഡ്സ് ഓഫ് 1/2 meters long and 18 rods of 1/3 meters long are needed to make a window. How many 1/3 meters long rod can be cut from 1 meter rod? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. 12 റോഡ്സ് ഓഫ് 1/2 meters. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 റോഡ്സ് 1/2 meters എന്ന് പറയുമ്പം 1/2 മീറ്ററിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1 × 2 2 + 1 3. അപ്പോൾ 12 3/2. അപ്പോൾ നമ്മൾ 12നെ 2 കൊണ്ട് കട്ട് ചെയ്ത് അപ്പോൾ 6 × 3 18. അപ്പോൾ 12 റോഡ്സ് ഓഫ് 1/3 meters എന്ന് പറയുന്നത് അത് എത്രയാണ് 18 ആണ്. അതേപോലെ തന്നെ 18 റോഡ്സ് ഓഫ് 1/3 എന്ന് പറയുന്നത് 18 × 1/3. 18/3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 6. ഓക്കെ. അപ്പോൾ ഇത് 6 ആണ്. ഓക്കെ. അങ്ങനെ നമുക്ക് അത് രണ്ടും കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി 1/3 meters ലോങ് റോഡ്സ് ക്യാൻ ബി കട്ട് ഫ്രം 1 meter റോഡ്. അപ്പോൾ 1 meter റോഡിൽ നിന്ന് നമുക്ക് ഹൗ മെനി 1/3 meters കട്ട് ചെയ്യാമെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം 1/3 എന്ന് പറയുമ്പം അപ്പം 1 ഡിവൈഡഡ് ബൈ 1/3. 1 ഡിവൈഡഡ് ബൈ 1/3 എന്ന് പറഞ്ഞാൽ 1 × 3 അല്ലേ. 1 × 3/1. 1 × 3 എന്ന് പറയുന്നത് 3/1. 3/1 ദാറ്റ് ഈസ് മീൻസ് 3. അപ്പോൾ നമുക്ക് 3 meter. ഹൗ മെനി 1/3 meter ലോങ് റോഡ് ക്യാൻ ബി കട്ട് ഫ്രം 1 meter. 1 meter നിന്ന് നമുക്ക് എത്ര റോഡ് നമുക്ക് മുറിച്ചെടുക്കാം. 3 റോഡ്സ് മുറിച്ചെടുക്കാം. ഇനി അടുത്ത ഹൗ മെനി റോഡ്സ് ഓഫ് 6 meters ലോങ് ആർ നീഡഡ് ടു മേക്ക് ദ വിൻഡോ. വിൻഡോ ഉണ്ടാക്കാൻ ഇങ്ങനത്തെ 6 മീറ്ററിൻ്റെ എത്ര റോഡ്സ് വേണമെന്ന്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ കണ്ടല്ലോ. 12 റോഡ്സ് 1/2 മീറ്ററും വേണം. 18 റോഡ്സ് 1/3 മീറ്ററും നമുക്ക് വിൻഡോ ഉണ്ടാക്കാൻ വേണം അല്ലേ. ആദ്യം നമ്മളത് 18ഉം കണ്ടുപിടിച്ചു. ഇവിടെ 6ഉം ആണ് നമ്മൾ ചെയ്തത് അല്ലേ. 18 + 6 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എത്രയാണ് 18 + 6 അതായത് 24 മീറ്ററാണ് നമുക്കൊരു വിൻഡോ ഉണ്ടാക്കാൻ വേണ്ടത്. അതിൽ നിന്ന് ഹൗ മെനി റോഡ്സ് ഓഫ് 6 meter. 6 മീറ്ററിൻ്റെ അങ്ങനത്തെ എത്ര റോഡ്സ് വേണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 24 മീറ്ററിന് ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും 4. അപ്പോൾ ഇങ്ങനത്തെ 4 റോഡ്സ് വേണം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 3/4
3/4 ഡിവൈഡഡ് ബൈ 1/2. ഇപ്പം 3/4 ഡിവൈഡഡ് ബൈ 1/2 എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യുക റെസിപ്രോക്കൽ വെച്ചിട്ട്. അപ്പോൾ ഇൻറ്റു 2/1. ഓക്കെ, ഇൻറ്റു 2/1. അപ്പോൾ ഇവിടെ 3/4 2/1 എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 3/4 ഇൻറ്റു 2. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് 4A ആൻഡ് 4B ഉണ്ട്. ഏതെങ്കിലും ഒന്ന് നമ്മൾ എഴുതിയാൽ മതി. 3യിലും അങ്ങനെ തന്നെ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളോട് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ ദ ഫിഗർ ലൈൻസ് AB-യും CD-യും എന്താണ് പാരലലാണ്. AB-യും CD-യും പാരലലാണ്. ഓക്കെ, അതിൽ ആംഗിൾ CF റൈറ്റ് ആംഗിളാണ്. ഇത് റൈറ്റ് ആംഗിളാണ് 90 ഡിഗ്രി. ആംഗിൾ ABF എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ വാട്ട് ആർ ദ മെഷർ ഓഫ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെയും 60 ആയിരിക്കും അല്ലേ. ഇത് 60 ആണെന്ന് സെയിം ആയിരിക്കും. അപ്പോൾ ഇതും 60 ആയിരിക്കും, പാരലലാണല്ലോ. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിന് നമുക്കറിയാം 180 ആണ് ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി 90യും 60യും നമുക്ക് കിട്ടി. 180 മൈനസ് 90 പ്ലസ് 60. 90 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ 150 ആണ്. 180ന്ന് 150 മൈനസ് ചെയ്താൽ 30. അപ്പം എത്രയാണ്, 30 ഡിഗ്രി ആണ് ആൻസർ. ഇവിടെ എത്രയാണ്, 30 ഡിഗ്രി. ഓക്കെ, 30 ഡിഗ്രി. ഇനി ഫൈൻഡ് ദ ആംഗിൾ BFC. ഇവിടെ BFC ഏതാണ്, BFC, അതായത് ഈ ആംഗിൾ കാണാനാണ്. ഓക്കെ, BFC ഇവിടെ 60 ഡിഗ്രി ആണ്. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ചെയ്താൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് പാരലൽ ലൈൻസ്. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ വിൽ ബി സെയിം എവരിവെയർ. പാരലൽ ലൈൻസ് വിൽ ബി ഓൺ ദ സെയിം ടിൽറ്റ് വിത്ത് അനദർ ലൈൻ. വെൻ പാരലൽ ലൈൻസ് ഡിക്രീസസ് intersects other lines, the angle formed will always be equal. Parallel lines never intersect. ഇത്രയാണ്. ഇതിൽ ഏതാണ് തെറ്റായ ഓപ്ഷൻ എന്നാണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് തെറ്റായത്. ഓക്കെ, നോട്ട് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. AB-യും CD-യും പാരലലാണ്. CPB 130 ആണ്. ആംഗിൾ AOC 50 ഡിഗ്രി ആണ്. ഫൈൻഡ് BPD. BPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BPD. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ 130 ആണ് ഇത് തന്നിരിക്കുന്നത്. ഇത് 2 ലീനിയർ പെയർ ആണ്. അപ്പോൾ ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ 180 മൈനസ് 130 ദാറ്റ് ഈസ് 50. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, 50 ഡിഗ്രി ആണ്. ഇത് 50 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി ABP. ഓക്കെ, ABP എന്ന് പറയുമ്പോൾ ഇതൊരു പാരലോഗ്രാം ആണ്. ഓക്കെ, ഇത് എത്രയായിരിക്കും, ഇത് 130 ആണ്. അപ്പോൾ ഇതും എന്തായിരിക്കും, 130 ആയിരിക്കും. ഓക്കെ, ഇത് 130 ആണെന്ന് വെച്ചാൽ ഇതും 130 ആണ്. ഇത് 130 ആണെന്ന് വെച്ചാൽ ഇതും 130. ഇത് 2 ഈക്വൽ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും, 130 ഇവിടെ എന്തായിരിക്കും, 50 ആയിരിക്കും. 180 മൈനസ് 130. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പാരലൽ ഈസ് നോട്ട് കറക്റ്റ്. ഓപ്പോസിറ്റ്സ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. 4 സൈഡ് ഈസ് ഓൾവേസ് ഈക്വൽ. അത് തെറ്റാണ്. സം ഓഫ് ദ സ്മോൾ ആംഗിൾ ആൻഡ് ലാർജ് ഇൻ ദ പാരലോഗ്രാം ഈസ് 180 ഡിഗ്രി. ഓക്കെ, ഓപ്ഷൻ സി ആണ് തെറ്റായ ഉത്തരം. 4 സൈഡ്സ് ആർ ഓൾവേസ് ഈക്വൽ, അത് തെറ്റായ ആൻസറാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ 1/2 meter. How many parts of 1/4 centimeter long can be made from the bottom side? The width of the rectangle is half of its length. What is its width? What is the area of the rectangle? Which of the following? ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ഉള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 4/1/2 നമ്മൾ മാറ്റുക. അപ്പോൾ
അപ്പോൾ 4 ഇൻറ്റു 2 പ്ലസ് 1/2. 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8. 8 പ്ലസ് 1/2 എന്ന് പറയുന്നത് 9/2. അത് നമ്മൾ ചെയ്യാം. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 9/2 നമുക്ക് കിട്ടിയല്ലോ, ഇതിൽ നിന്ന് എത്ര 1/4 സെൻറ്റിമീറ്ററുള്ള കഷ്ണം നമുക്ക് എടുക്കാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ 9/2നെ ഡിവൈഡഡ് ബൈ 1/4 എന്ന് ചെയ്യും. അത് നമ്മൾ റെസിപ്രോക്കൽ വെച്ചിട്ട് ഇൻറ്റു ചെയ്യും, 4/1 ആക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 2ഉം 4ഉം കട്ട് ചെയ്തു. 4ൽ 2 ടൈംസ് ആണ്. അപ്പോൾ 9 ഇൻറ്റു 2 18. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? 18 പാർട്സ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇനി അടുത്തതിലുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ദ വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ലെങ്ത്ത്, വാട്ട് ഇറ്റ്സ് ഇറ്റ് വിഡ്ത്ത്. അപ്പം വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ലെങ്ത്ത്. അതായത് 4/1/2നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതിയല്ലോ, അതിൻ്റെ പകുതിയാണ് എന്തുള്ളത്? വിഡ്ത്ത് ഉള്ളത് എന്നാണ്. അപ്പോൾ 4/1/2നെ നമ്മൾ 9/2 ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതിനെ നമ്മൾ 2 കൊണ്ട് പകുതി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 9/2 ഇൻറ്റു 2/1 അല്ലേ ഉള്ളത്, അപ്പം 1/2. 2 എന്ന് പറയുന്നത് 2/1 ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 9/4 നമുക്ക് കിട്ടി. ഓക്കെ, 9/4 നമുക്ക് കിട്ടും. അപ്പോൾ 9/4 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 9/4നെ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 2 കിട്ടി. ബാലൻസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി 9/2 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഇൻറ്റു 1/2. അപ്പോൾ നമുക്ക് 9/4 കിട്ടി. അതിനെ കൺവേർട്ട് ചെയ്തപ്പോൾ 2 1/4 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി അടുത്ത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്താണ്. അതായത് 4 1/2 ഇൻറ്റു 2 1/4. ഇവിടെ 4 1/2 കൺവേർട്ട് ചെയ്താൽ നമുക്ക് 9/2 കിട്ടും. 2 1/4 കൺവേർട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 9/4 കിട്ടും. അപ്പോൾ നമ്മൾ അതിനെ ഇൻറ്റു ചെയ്തു. 9 ഇൻറ്റു 9 81. 81 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4. 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് 8. 81 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പം ഡിവൈഡഡ് ബൈ 8. 81ൽ 8 10 ടൈംസ് പോവും. അപ്പോൾ 80 എന്ന് എഴുതി, ബാലൻസ് 1. അപ്പോൾ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 10, പിന്നെ ബാലൻസ് ഉള്ള 1 8. 10 1/8 ആണ് നമ്മുടെ ആൻസർ. എത്രയാണ്? 10 1/8. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് 2 1/3. 2 ടൈംസ് ഓഫ് 2 1/3 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 1/3. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 2 1/3 എന്ന് പറയുമ്പോൾ നമ്മൾ 2 1/3നെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 3 6, 6 പ്ലസ് 1 7, 7/3. 7/3 ഇൻറ്റു 2, അതായത് 14/3 അല്ലേ? 14/3. 14/3നെ നമ്മൾ ഇപ്പോൾ 14/3നെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആകുമ്പോൾ 14 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 4ന് നമ്മൾ 14ന് 12 പോയാൽ 2. അപ്പോൾ 4 2/3. നമ്മുടെ ആൻസർ എത്രയാണ്? 4 2/3. ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.